അപ്പം ബോയ്സ് ഇന്ന് ഇച്ചിരി വണ്ടിയെ പണിയാൻ തീരുമാനിച്ചു. ഈ സുന്നമണിക്ക നമ്മുടെ ഹറിക്കെയിൻ്റെ കൂളൻ്റ് ഇച്ചിരി ഒന്ന് പ്രശ്നമായി. പിന്നെ ഞാനൊന്ന് മാറ്റാൻ തീരുമാനിച്ചു. ഞാൻ നമ്മുടെ ഇതിൻ്റെ ഈ താഴത്തെ ഹോസൊക്കെ അഴിച്ച് നോക്കിയപ്പോഴത്തേന് റേഡിയേറ്റർ ഗ്യാപ്പ് ഇവിടെ നിരത്തിലായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ യൂട്യൂബ് വഴി വല്ല ഗൂഗിൾ വഴിയൊക്കെ നോക്കിയപ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫ്യൂസ് ബോക്സിൻ്റെ താഴെയായിട്ടെന്നാണ് പറഞ്ഞത് റേഡിയേറ്ററിൻ്റെ ഗ്യാപ്പ്. പണ്ടാരോടക്കാൻ സൈഡ് പാനൽസ് ഇതെല്ലാം അഴിച്ച് ഫെയറിംഗ് എല്ലാം അഴിച്ച് നോക്കി വന്നപ്പോൾ അവിടെ ഒരു പഴവും കാണുന്നില്ല. അപ്പം മറ്റേ സൈഡ് അഴിച്ച് നോക്കി, അവിടെ ഒരു പഴം കാണുന്നില്ല. ഈ പഴഞ്ഞ വണ്ടിയല്ലേ ഇത്. അപ്പോഴത്തേന് ഇതിൻ്റെ ഈ ഫെയറിങ്ങിൻ്റെ ക്ലിപ്പൊക്കെ എത്ര നാളായിട്ട് ഫിറ്റ് വെച്ചിരിക്കും. നമ്മൾ ഊരാനൊക്കെ വെച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഒരു സ്ക്രൂ സ്റ്റക്കായി പോയി. ആ സ്റ്റക്കായി പോയ സ്ക്രൂവിനെ ഡ്രില്ല് ചെയ്ത് മാറ്റി വേറൊരു സപ്ലിമെൻറ്റ് വെച്ചു. എനിവേ കട്ട് ദ സ്റ്റോറി. ഇപ്പം ഞാൻ എൻ്റെ ടാങ്ക് അഴിച്ച് അതിൻ്റെ അണ്ടകട അവിടെ നിന്ന് കണ്ടുപിടിച്ചു. ഇനി താൻ എത്ര കൊല്ലമായിട്ടിരിക്കാനൊരു പിടുത്തമില്ല. ഇതുവഴിയാണ് ഇനി ഫില്ല് ചെയ്യേണ്ടത്. അപ്പം സിലിക്കേറ്റ് ഫ്രീ ആയിട്ടുള്ള ഹാർഡ് ഫോർസിൽ നിന്ന് കൂളൻ്റ് മേടിച്ചിട്ടുണ്ട്. ഈ സാധനം മേടിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താ ആസിഡ് ട്രീറ്റ്മെൻറ്റോ അങ്ങനെ സാധനം ഓർഗാനിക് അഡിക്റ്റീവ് ടെക്നോളജി അപ് ടു 5 years പ്രൊട്ടക്ഷനാ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സിലിക്കേറ്റ് ഫ്രീ വേണമെന്നാണ് പറഞ്ഞിരുന്നത്. ഇതിനകത്ത് കിടന്ന സാധനം ഗ്രീൻ കളറായിരുന്നു. എനിവേ കട്ട് ദ സ്റ്റോറി. ഞാനിത് പണിയാൻ പോവാണ്. വെള്ളം ഒഴിക്കുക. എനിക്കറിയത്തില്ല, ഇതിൻ്റെ ഫാൻ ലാസ്റ്റ് ടൈം ഓണാക്കി വെച്ചപ്പോൾ ഇതിൻ്റെ ഫാൻ അത് കിക്ക് സ്റ്റാർട്ട് ചെയ്തില്ല. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ അമ്പാൻ ഇപ്പോൾ ഇങ്ങോട്ട് വരും, ഷിജോ ഇങ്ങോട്ട് വരും. അപ്പം ഞാനും അവനോട് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. ബാക്കി പണിയെല്ലാം മിക്കവാറും ചെയ്ത് തീർത്ത് വെച്ചിരിക്കുക. ഓൾ ഡൺ.